ശിർക്ക് ചെയ്തുകൊണ്ട് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതൊക്കെ സഹീഹിലുള്ളതായ ഹദീസാണ്. ആരെങ്കിലും റമളാനിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി, അഥവാ സത്യവിശ്വാസിയായിട്ടായിരിക്കണം. പരലോകത്തിൽ പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസം മാത്രമല്ല, അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അവിടെ പറയുന്നത്. അഥവാ ശിർക്ക് ചെയ്തുകൊണ്ട് നോമ്പ് പിടിച്ചിട്ട് കാര്യമല്ല. അതാണ് ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കണം നോമ്പ് പിടിക്കേണ്ടത്. അപ്രകാരം തന്നെ മൻ ഖാമ റമളാന, ഒരാൾ റമളാനിൽ നിന്ന് നിസ്കരിച്ചാൽ, രാത്രി ഹയാത്താക്കിയാൽ, ഈമാനൻ വഹ്തിസാബൻ, അത് സത്യവിശ്വാസിയായിട്ട് ശിർക്ക് ചെയ്യാത്ത ആളായിട്ട് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് കൂലിയെ പ്രതീക്ഷിച്ചിട്ട് ഈ നിബന്ധനയോടുകൂടി ചെയ്താൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞ സർവ്വ പാപങ്ങൾ പുറത്തു മാഫ് ചെയ്ത് കൊടുക്കുന്നതാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു. ജീവിതം മുഴുവനും അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി അറുത്ത്, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിച്ചിട്ട് ഇഷ്ടാനുസരണം ബഹുഭൂരിപക്ഷം കാട്ടല്ലേ, കയ്യിടി കേൾക്കുന്ന ആ തത്വമല്ലേ, അതിന്റെ പിന്നാണ് നരക്കാം എന്ന തത്വത്തിൽ കൂടി തോന്നിവാസം വേണ്ടതുപോലെ ചെയ്ത്, അനാചാരം ചെയ്ത്, ബിദ്അത്ത് ചെയ്ത്, ശിർക്ക് ചെയ്ത്, എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവസാനം വേണമെങ്കിൽ തൗബ ചെയ്ത് കളയാമെന്ന് വെച്ചാലോ, ആ സന്ദർഭത്തിലുള്ള തൗബയെ അവൻ നിന്നിട്ടുള്ള സ്വീകരിക്കുക തന്നെയില്ല. അപ്പോൾ ശിർക്ക് ചെയ്യുന്നവൻ, തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാത്തവൻ, തോന്നിയ പോലെ കണ്ടതും കേട്ടതും പൂജിക്കുന്നവർ, കണ്ടതിനെയും കേട്ടതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ മരിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന കണ്ടാലും അവന്റെ തൗബ സ്വീകരിച്ചു എന്ന് പറയാൻ നമ്മൾ കൊണ്ട് സാധിക്കുന്നതല്ല. കാരണം അവൻ ആ ഗർഗറത്തിന്റെ ഹാലത്തിന് മുമ്പ് പറയേണ്ടതായിരുന്നു, അത് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടതായിരുന്നു തൗബ, എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ റിയാക്ടിംഗ് വീഡിയോസിൽ ഒരു തവണ ചെയ്ത വീഡിയോ ആണ്, കഴിഞ്ഞ റമദാനിക്കാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് വീണ്ടും ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ഈ ചാനലില് ഒരിക്കൽ കൂടി ഇത് കാണിക്കുന്നുണ്ട്. ഇതില് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഷിർക്ക് ചെയ്ത് നോമ്പെടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത്. ഒരു കാര്യം, ഷിർക്ക് ചെയ്തിട്ട് നോമ്പ് നല്ല എന്ത് വിഭാഗത്തെ എടുത്തിട്ടും കാര്യമില്ല. ഷിർക്ക് ചെയ്യുന്നവൻ കാലാകാലം നരകത്തിലാണ്. അപ്പോ ഷിർക്ക് ചെയ്തുകൊണ്ട് ഒരു ഇബാദത്തും സ്വീകരിക്കപ്പെടൂല. പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഷിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകളും ആരാധനകളും നേർച്ച വഴിപാടുകളും വിളിച്ചു തേട്ടവും ഒക്കെ നടത്തിയിട്ട് പിന്നീട് ഈ പട്ടിണി കിടക്കുന്നു അല്ലേ? അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം. നമസ്കരിക്കുന്നവരുണ്ട്, ഷിർക്ക് ചെയ്തുകൊണ്ട് നമസ്കാരം, അത് എത്ര തന്നെ നിങ്ങൾ നമസ്കരിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കൂല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് ഷഹാദയ്ക്ക് അതിന് ഭംഗം വരുത്തിക്കൊണ്ട്, ആ കലിമത്ത് ഷഹാദ തെറ്റിച്ചുകൊണ്ട് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നോമ്പെടുത്തിട്ട് എന്ത് കാര്യം, ഹജ്ജ് ചെയ്തിട്ട് എന്ത് കാര്യം, നമസ്കരിച്ചിട്ട് എന്ത് കാര്യം? ഷിർക്കില്ലാതെ ഏകനായ അള്ളാഹുവിന്റെ വഹദാനിയത്ത്, അസ്തിത്വമായ ഏകത്വം അത് അംഗീകരിച്ചുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇത് മാത്രമാണ് ഇബാദത്ത് എന്ന് കരുതരുത്. അപ്പോ ഞങ്ങൾ മറ്റാർക്കും നിസ്കരിക്കുന്നില്ല, മറ്റാർക്കും ഹജ്ജ് ചെയ്യുന്നില്ല, മറ്റാരുടെയും പേരിൽ നോമ്പെടുക്ക അല്ല. കലിമത്ത് ഷഹാദ നമ്മുടെ ഒന്നാമത്തെ ഇബാദത്ത് അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അവനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവന് മാത്രം നേർച്ച വഴിപാടുകൾ നേർന്നുകൊണ്ട് അവനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതില് തെറ്റ് വരുത്തിയിട്ട് ബാക്കി എന്ത് ഇബാദത്തുകൾ എടുത്തിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാരഥന്മാരായ നേതാക്കന്മാരാരും തന്നെ നിങ്ങൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ ഞങ്ങളുടെ മരണശേഷം നിങ്ങൾ ഞങ്ങളോട് കാവലിനെ തേടിക്കൊള്ളൂ എന്ന് ബദരീങ്ങളുടെ നേതാവായ നബിതങ്ങളോ സഹാബിമാരാരെങ്കിലുമോ പിൽക്കാലക്കാർക്ക് ഒരു വസിയത്തും കൊടുത്തിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അതല്ലേ കാണിക്കേണ്ടത്, അതല്ലേ പ്രമാണങ്ങൾ എടുത്ത് ഉദ്ധരിക്കേണ്ടത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ബദരീങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോ നിങ്ങൾ ഞങ്ങളുടെ പേരുകൾ ഉരുവിട്ടോളൂ, ഞങ്ങളെ വിളിച്ച് തേടിക്കോളൂ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ വിട്ടിത്തരുമെന്ന് പറഞ്ഞ ഒരൊറ്റ സംഭവമെങ്കിലും ഉണ്ടോ? കെട്ടുകഥകളല്ലാതെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതേ കാര്യം തന്നെ ഇനിയും അതാ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസമുണ്ടാകുമ്പോ ബദരീങ്ങളെ വിളിച്ച് തേടാനല്ലേ പറയുന്നത്. ആ ബദരീങ്ങളോട് തേടുന്നത് എന്താ?
ബദരീങ്ങളോട് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദാരിദ്ര്യമുണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാമൂതേലും വാലഞ്ഞവൻ ഓതുകിൽ എന്നും നിയമത്തിലാകും അതെന്നോവർ അല്ലൽ മീഗന്ധേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാഊരത്താൽ കാടം വീടും എന്നോവർ. കണ്ടോ, ഇല്ലാ മുതലും വലഞ്ഞവർ, മുതലില്ലാത്ത ആളുകൾ, ദരിദ്രന്മാര് ബദരീങ്ങളെ വിളിച്ച് തേടിയാൽ ഉടനെ മുതല് കിട്ടും. കടത്തിൽ അകപ്പെട്ടവർ ബദരീങ്ങളെ വിളിച്ചു പറഞ്ഞാൽ അവരുടെ കടം വീടും. ബദരീങ്ങൾ ഇതാണോ പഠിപ്പിച്ചത്? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാന്റെ റസൂലേ, കടം കൊണ്ട് ഞാൻ വല്ലാതെ വലഞ്ഞിരിക്കുന്നു, എന്റെ കടക്കാരി എന്നെ ശല്യപ്പെടുത്തുന്നു നബിയേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ എന്ന ബദരീങ്ങളുടെ നേതാവ് എന്താ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ ഇവിടെ ബദരീങ്ങളുടെ നേതാവായിട്ടുണ്ടെന്ന് നിനക്കറിഞ്ഞൂടെ? ഇവിടെ ബദരീങ്ങൾ പങ്കെടുത്ത ബദരീങ്ങൾ ഉണ്ടെന്നറിഞ്ഞുകൂടെ? ഷഹീദുകളായ ശുഹദാക്കൾ ഉണ്ടെന്നറിഞ്ഞൂടെ? നീ അവരുടെ ആസ്മാവുകൾ ഇരുന്ന് ചൊല്ലിക്കോ എന്നാണോ ആ സഹാബിയോട് പറഞ്ഞത്? മറിച്ച് പറഞ്ഞതെന്താ? കടമുണ്ടെങ്കിൽ നീ അള്ളാഹിനോട് തേട്. അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, ഹലാലുകൾ തന്നുകൊണ്ട് ഹറാമിൽ നിന്ന് നീ എന്നെ കാക്കണേ, നിന്റെ ഔദാര്യം മുഖേന നീ എനിക്ക് ധനം നൽകണേ, എന്നെ ധന്യനാക്കണേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി. റബ്ബേ, കടക്കണിയിൽ നിന്ന് രക്ഷിക്കണേ അല്ലോ. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകളല്ലേ ബദരീങ്ങളുടെ നേതാവ് കടക്കാരോട് പഠിപ്പിച്ചു കൊടുത്തത്? എന്നിട്ട് ആ നേതാവിനെയും ബദരീങ്ങളെയും അതാ പറയുന്നതെന്താ? അല്ലൽ മീഗന്ധേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാഊരത്താൽ കാടം വീടും എന്നോവർ. ബദരീങ്ങളുടെ പേരങ്ങനെ ഇരുന്ന് വിളിക്കാനാണ് ഈ മാലക്കാരൻ ആവശ്യപ്പെടുന്നത്. അതാ ഇവരുടെ ബജ്ലിസുന്നൂറിലും നടക്കുന്നത്. ഈ കടങ്ങളൊക്കെ ബദരീങ്ങൾ വീട്ടിത്തരും, രോഗം ബദരീങ്ങൾ വീട്ടിത്തരും. നിങ്ങൾ ആലോചിക്ക്, ദരിദ്രരായിക്കൊണ്ടല്ലേ പല ബദരീങ്ങളും ജീവിച്ചത്. ബദരീങ്ങളുടെ നേതാവ് തന്നെ വഫാത്താകുമ്പോ അവിടുത്തെ പടയങ്കി വരി ജൂതന്റെ വീട്ടിൽ പണയത്തിലല്ലേ? അതുപോലെ തന്നെ ബദരീങ്ങളതാ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അവരുടെ വീട്ടിലതാ 2 മാസത്തോളം അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല റസൂലുള്ള എന്ന ബദരീങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ. യുദ്ധത്തിന് പോകുമ്പോ കാലിൽ ചെരിപ്പിടാൻ പണമില്ലാതെ ചെരിപ്പ് ധരിക്കാത്ത ബദരീങ്ങള് യുദ്ധത്തിന് പോകുമ്പോ കാലൊക്കെ കല്ലിൽ മുട്ടിയിട്ട് നഖങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് കാലില്ലതാ മുറിവുകളും വ്രണങ്ങളും പ്രത്യക്ഷപ്പെട്ട് നടക്കുവാനാവാതെ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയിട്ട് ആ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് കാലിൽ ചുറ്റി വരിഞ്ഞിട്ടാണ് നടന്ന് യുദ്ധത്തിന് പോയത്. ബദരീങ്ങളെ കുറിച്ചുള്ള ചരിത്രം അതല്ലേ? അങ്ങനെയുള്ള ബദരീങ്ങളെ കുറിച്ചാ പറയുന്നത്. കടമുണ്ടെങ്കിൽ ഇല്ലാ മുതലും അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് വലയുമ്പോ അവരെ വിളിച്ച് തേടിക്കോളാനാ പറയുന്നത്. അതുപോലെ തന്നെ ദാഹം വീശപ്പോ കോടുമാ തളർച്ചയോ തടിയിൽ മാറലോ ജിൻ ശൈത്താൻ ചതിയാലോ ദേഹം വലഞ്ഞവനിപ്പേരീനെ ചൊല്ലുകിൽ തീരും മുനമേ ശീഫയാകും എന്നോവർ. ആലോചിച്ചു നോക്ക്, ഈ ഗാനശേഖരത്തിലുള്ളതാ ബദറിന്റെ അന്ന് ചൊല്ലി പാടുന്ന മാലപ്പാട്ടിലാത്. ദാഹവും വിശപ്പും കൊടുമയും തളർച്ചയൊക്കെ ഉണ്ടാവുമ്പോ ബദരീങ്ങളേന്ന് വിളിച്ചോന്ന്. ഇവിടെ ബദരീങ്ങൾ ദാഹിച്ച് നടന്നവരാണ്, ബദരീങ്ങൾ വിശപ്പ് സഹിച്ചവരാണ്. ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചിലകൾ കഴിച്ചിട്ട് ചുണ്ടും നാവുമൊക്കെ വ്രണങ്ങൾ വന്നിരുന്നു. ഇല കഴിച്ച് ചവച്ചരച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാത്ത നിലക്കുള്ള കാഷ്ടമാണ് ഞങ്ങളിൽ നിന്ന് വിസർജന സമയത്ത് പുറത്തേക്ക് വന്നിരുന്നത് എന്ന് അതേ ഭക്ഷണത്തിന് വകയില്ലാത്ത ബദരീങ്ങളടക്കമുള്ള സ്വഹാബത്തിന്റെ ചരിത്രം പറയുമ്പോ ആ ബദരീങ്ങളെ വിളിച്ചാൽ ദാരിദ്ര്യമില്ലാതെ പണമുണ്ടാകും, കടം വീടും. അതുപോലെ തന്നെ രോഗത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, മഹാമാരികൾ വരുമ്പോ ബദരീങ്ങളെ എന്ന് വിളിച്ചോ.
ഇതാ മജ്ലിസുന്നൂറിൽ പഠിപ്പിക്കുന്നത്, ഇതാണ് ഇവരുടെ ബദറുമാലയിൽ പഠിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ ഇവര് വിളിച്ചു തേടുന്ന ബദരീങ്ങളില്ലേ, ആ ബദരീങ്ങൾ മഹാമാരി കൊണ്ട് മരണപ്പെട്ടവരാണ്. ആലോചിച്ചു നോക്ക്. ബദറിൽ പങ്കെടുത്ത ഷഹീദുകൾ, ആ ഷഹീദുകൾക്ക് പുറമെ പിൽക്കാലത്ത് ജീവിച്ച സഹാബിമാർ, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള പല സഹാബിമാരും പ്ലേഗ് ബാധിച്ചുകൊണ്ട് മഹാമാരി, ആ കാലഘട്ടത്തിലെ മഹാമാരി ബാധിച്ചുകൊണ്ട് അവർ മരിച്ചവരാ. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായവരാണ്. ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ട് ആയിരക്കണക്കിന് സഹാബിമാര് മരിച്ചു വീണിട്ടുണ്ട്. ആ ബദരീങ്ങളോട് വിളിച്ചുകൊണ്ടാണ് മഹാമാരിയിൽ നിന്ന് കാവല് തരണേ, ശിഫ തരണേ എന്ന് തേടുന്നത്. ഇതൊക്കെ അവർക്കതിന് കഴിയൂല. അവർക്ക് അവരുടെ തടിയെ തന്നെയും രക്ഷപ്പെടുത്താൻ അവർക്കായിട്ടില്ല. ശത്രുക്കൾ അവരെ വെട്ടിക്കൊന്നപ്പോൾ അത് തടുക്കാൻ അവർക്കായിട്ടില്ല. അതൊന്നും അവരുടെ പോരായ്മയല്ല, അവർക്കുള്ള മഹത്വമാണ്. കാരണം അവരൊക്കെ സൃഷ്ടികളാണ്. ബദരീങ്ങളിൽപ്പെട്ട ആളായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സുബഹിന്റെ സമയത്തല്ലേ മിഹ്റാബിൽ നിസ്കരിക്കാൻ നോക്കുമ്പോ ശത്രു കുത്തി വീഴ്ത്തുന്നത്. ആ ശത്രുവിനെ തടയാൻ വേണ്ടി ചെന്ന 10-13 ബദരീങ്ങളെയും അവൻ കുത്തിപ്പരിക്കേൽപ്പിച്ചില്ലേ? 5-6 ബദരീങ്ങൾ അവിടെ വെച്ച് തന്നെ ഷഹീദുകളായില്ലേ? ബദരീങ്ങളുടെ കൂട്ടത്തിൽ പ്രശസ്തനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിനെ ഇരുട്ടത്ത് കാണാൻ കഴിഞ്ഞോ? ആ ശത്രുവിനെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി മറ്റു ബദരീങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? ആ അവനോടുള്ള ഏറ്റുമുട്ടലിൽ വരെ കുറെ സഹാബിമാര് ഷഹീദുകളായില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറിയിട്ടല്ലേ ശത്രുക്കൾ താടിക്ക് പിടിച്ചുകൊണ്ട് കഴുത്തറുത്ത് കൊന്നത്? ബദരീങ്ങളിൽപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെള്ളം പോലും മുടക്കിയില്ലേ? വെള്ളം പോലും കിട്ടാതെ നോമ്പുകാരനായി കൊണ്ടല്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായത്? ബദരീങ്ങളിൽപ്പെട്ടയാളല്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു റമദാൻ 17 വെള്ളിയാഴ്ച സുബഹിക്കതാ ജനങ്ങളെയൊക്കെ മദീന പള്ളിയിലേക്ക് ജമാഅത്തിന് വിളിച്ചതിന്റെ ശേഷം മിഹ്റാബിൽ നിന്ന് നിന്നപ്പോ അതേ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ശത്രു വെട്ടിക്കൊന്നില്ലേ? ആലോചിക്ക്, അദ്ദേഹവും ഷഹീദായി. ബദറിൽ പങ്കെടുത്ത നേതാവല്ലേ? ഇങ്ങനെ എത്രയെത്ര നേതാക്കന്മാരെ വെട്ടിക്കൊന്നിട്ടുണ്ട്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ബദരീങ്ങളിൽ പ്രശസ്തരാണ്. സ്വർഗമുണ്ടെന്ന സുവിശേഷം ലഭിക്കപ്പെട്ട നേതാക്കളാണ്. ഇവരെയൊക്കെ ശത്രുക്കൾ വകവരുത്തിയിട്ടുണ്ട്. അവർക്കാർക്കും അത് തടയാൻ സാധിച്ചിട്ടില്ല. 10-14 ബദരീങ്ങളെ ബിർ മഊന എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് കാഫിറുകൾ വെട്ടിക്കൊന്നിട്ടുണ്ട്. പിൽക്കാലത്ത് യമാമ യുദ്ധത്തിൽ വെച്ച് 22 ബദരീങ്ങളെ ശത്രുക്കൾ വെട്ടിക്കൊന്നിട്ടുണ്ട്. അവർക്കൊന്നും അവരുടെ നേരെ വരുന്ന അപകടത്തെ പോലും തടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് മനുഷ്യരുടെ കഴിവിന്റെ പരിമിതിയാണ്, പരിധികളാണ്. അവർക്കൊക്കെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ജന്നത്തിലേക്ക് അവരുടെ ആത്മാക്കൾ അങ്ങ് പറന്നുപോയി. ഇന്നും സ്വർഗത്തിൽ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവരതാ ഉല്ലസിച്ച് അവർ ജീവിക്കുന്നു. പക്ഷേ അവരാരും ഇന്ന് നമ്മുടെ വിളി കേട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നവരല്ല. അവരത് പഠിപ്പിച്ചവരുമല്ല. ആ ആദർശത്തിന് എതിരെ പോരാടിക്കൊണ്ട് മരിച്ചവരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ബദറുമാലയിലും ബദരീങ്ങളുടേതായ ആ രൂപത്തിലുള്ള പ്രത്യേകമായ കാര്യങ്ങളൊക്കെ പറയുന്നതും എന്തിനു വേണ്ടി തന്നെയാണ്? എല്ലാം ഈ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകുവാനാണ്. അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത്. അവരാരും ഇത് പഠിപ്പിച്ചവരല്ല. അവര് നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം എന്താണെന്ന് ബദരീങ്ങളുടെ നേതാവ് തന്നെ പ്രഖ്യാപിച്ചത് അല്ല പറയുന്നില്ലേ? ഖുൽ ഇന്നമാ അദഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. ബദരീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിനോട് അല്ല കൽപ്പിച്ചതാണ്, നബിയെ പ്രഖ്യാപിക്കൂ, ഇന്നമാ അദഉ റബ്ബീ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. ആദർശമാണ് ബദരീങ്ങളുടെ നേതാവ് പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് ബദരീങ്ങൾ മുഴുവനും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നത്. അതിനപ്പുറമുള്ള വാദം അള്ളാഹിനോടും തേടണം, മറ്റുള്ളവർക്കും അള്ളാഹ് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്, അവരോട് തേടുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള വാദം
മറ്റുള്ളത് ഉത്തരം കിട്ടുന്നതിന് നമുക്ക് പ്രയാസകരമാണ് എന്ന വാദം ബദരീങ്ങളുടേതായിരുന്നില്ല. മറിച്ച് ബദരീങ്ങൾ ആരോട് ഏറ്റുമുട്ടിയോ ആ ശത്രുക്കളുടെ നേതാവായ അബൂജഹൽ അടക്കമുള്ളവരുടെ വാദമായിരുന്നു, അവരുടെ വിശ്വാസമായിരുന്നു. അവരെയാണിപ്പോൾ ഈ ബദർ സ്നേഹവാദികൾ പിൻപറ്റുന്നത് എന്ന ഗൗരവത്തോടെ ഓർക്കണം. ഇതാരെയെങ്കിലും ആക്ഷേപിക്കാനല്ല പറയുന്നത്, ഇത് പരലോകത്തിന്റെ കാര്യമാണ്. നാളെ മഹ്ശറിലെത്തുമ്പോൾ അള്ളാഹു പഠിപ്പിച്ച ആദർശത്തിനെതിരെ ആ നേതാക്കന്മാരെ തന്നെയും അവരെ തന്നെ കരുവാക്കി അവരോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിരോധാഭാസം തീർക്കുന്ന ആളുകളൊന്ന് ചിന്തിക്കാനാണ് സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും കേൾക്കുന്ന ചിലർക്കെങ്കിലും തോന്നാറുണ്ട്, ഈ മാലപ്പാട്ടുകളും ഈ മൗലിദ് കിതാബുകളും ഒക്കെ എടുത്തുപോയില്ലേ, നാട് നീങ്ങിയില്ലേ ഈ നാട്ടിൽ നിന്ന് വെറുതെ തോന്നുകയാണ്. നിങ്ങളതാ സോഷ്യൽ മീഡിയകളിൽ നോക്കൂ, അധുനാധുന രീതികളിൽ ട്യൂണുകളിൽ അതാ ബദർ മൗലിദും ബദറുമാലയും ഒക്കെ ഇപ്പോഴും അതാ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദപ്പടിച്ചിട്ടും മ്യൂസിക്കോടെയും അല്ലാതെയും ആടിത്തിമർക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് കാവല് വേണോ? നിങ്ങൾക്ക് പ്രതിസന്ധികൾ തീരണോ? രോഗശിഫ കിട്ടണോ? കുഞ്ഞുങ്ങളുണ്ടാകണോ? പ്രസവവേദന വരുന്ന വേരത്ത് വരെ അവര് ഈ ബദരീങ്ങളെ വിളിച്ച് തേടിക്കൊള്ളാനാണ് ഉമ്മമാരോട് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത് എന്തിനാ? റബ്ബിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നു. അതുകൊണ്ടാണ് ബദരീങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് കൃത്യമായി സമൂഹത്തോട് വീണ്ടും വീണ്ടും അതാ ഓർമ്മപ്പെടുത്തുന്നത്. ബദരീങ്ങൾ മഹാന്മാരാണ്, അവർ ഉന്നതരാണ്, അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ അത് മക്കത്തെ മുശ്രിക്ക് ഇബ്രാഹീമിനെയും ഇസ്മായിലിനെയും ആദരിച്ച പോലെയാകരുത്. അതേ ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും ആദരിച്ച പോലെയാകരുത്. അതുപോലെ തന്നെ യഹൂദികൾ ഉസൈറിനെ ബഹുമാനിച്ചതുപോലെയാകരുത്. നൂഹ് നബിയുടെ കാലത്തുള്ള ജനങ്ങൾ വദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസ്റിനെ ബഹുമാനിച്ച പോലെയാകരുത്. മറിച്ച് ആ ബദരീങ്ങൾ ഏതൊരു ആദർശമാണോ നമ്മോട് പഠിപ്പിച്ചതെങ്കിൽ ആ ആദർശത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കലാണ് അവരോടുള്ള സ്നേഹം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ദുആ ദിക്റുകളിലും ബദരീങ്ങളോടുള്ള തേട്ടല്ല. ബദരീങ്ങളെ ഹക്കിനാൽ, ജാഹിനാൽ, ബറക്കത്തിനാൽ എന്ന് മരണസമയത്ത് ഞങ്ങൾക്ക് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. കണ്ടോ, മരണനേരത്ത് ദാഹിച്ച് വലയുമ്പോ ഇബ്ലീസ് വന്ന് ശല്യപ്പെടുത്തുമ്പോ ബദരീങ്ങളെ തുണ തരണേ അല്ലാഹ് തേടുകയാണ്. എല്ലാ അവസരത്തിലും, ഓരോ അവസരത്തിലും അതാണ്. സിറാത്ത് പാലം കടക്കുമ്പോ ബദരീങ്ങളെ കാവല് തരണേ. അതുപോലെ തന്നെ ഈ കർമ്മങ്ങൾ തൂക്കുന്ന വേളയിൽ ബദരീങ്ങളുടെ കാവല് തരണേ. കിതാബ് കിട്ടുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ എന്നൊക്കെയാണ് ഈ മാലയിലും മൗലിദിലും ഒക്കെ നിറച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദർ ദിനത്തിൽ ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ബദരീങ്ങളുടെ ആദർശത്തിന് ഘടകവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് ഇസ്ലാമെന്ന് കൃത്യമായി തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ബദരീങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറുക, അവരെ സ്നേഹിക്കുക, അവരുടെ പാത പ്രചരിപ്പിക്കുക. അത് തൗഹീദിന്റെ പാതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാർഗത്തിൽ നമ്മളാലാവുന്ന വിധത്തിൽ തൗഹീദിന്റെ പ്രബോധകരും പ്രചാരകരുമായി കൊണ്ട് അതേ രീതിയിൽ തന്നെ ജീവിച്ചു മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാകട്ടെ.